കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിന് നിന്നെ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തെ ഇന്നിനെ ആശീർവദിക്കണമേ. അവിടെ യാത്രകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ, എഴുതുന്ന എഴുത്തുകൾ, ഒപ്പിടുന്ന ഒപ്പുകൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നും തെറ്റിപ്പോകാതെ ആകാശത്തുനിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഫലം പ്രകടിക്കുക തിരിച്ചു പോകാത്തതുപോലെ കർത്താവെ, നിൻ്റെ അനുഗ്രഹം ആ ഫലം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ
പരിശുദ്ധയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭം ഉണ്ടായിട്ടും ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യങ്ങളുള്ളവരെ അതിനെക്കുറിച്ച് അത് കളയണോ വേണ്ടയോ എന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സമാധാന ഭവനങ്ങൾ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസകൾ അർപ്പിച്ച കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ആധികാരികത സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ കർത്താവെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും മതാവിനെ മധ്യസ്ഥ ഈശ്വരൻ്റെ നാമത്തിൽ സമാധാനം അനുഭവിക്കുകയായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, ജീവിതമാർഗം കാണാത്തവർ, ജീവിതമാർഗം കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റിക്കൊണ്ട് പോകുമെന്നറിയാൻ പാടില്ലാതെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പകച്ചു നിൽക്കുന്നവർ, അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുരിശിൻ്റെ ശക്തി, സഹനത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ നാമത്തിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കൊയ്യാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ഔന്നത്യത്തെ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ മക്കൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കശപിശകൾ, അതുമൂലം ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വയസ്സുകൾ, വൈരാഗ്യങ്ങൾ മൂലം പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അത് മാനസികമായിട്ട് അകന്നു പോകുന്നവർ കർത്താവെ അതായത് ചൈൽഡിഷായിട്ട് ജീവിതത്തെ കാണാതിരിക്കുവാനും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ യാത്ര ചെയ്യിക്കുന്നവരെ ആശീർവദിക്കുന്നു. യാത്രാ തടസ്സങ്ങളെ ആശീർവദിച്ച് ഈശോയുടെ നാമത്തിലെ ബന്ധങ്ങളെ അകറ്റുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരുടെ കർത്താവെ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരുമില്ലല്ലോ, ഞങ്ങളെ വഴി നടത്താൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഓർത്ത് സങ്കടപ്പെടുന്നവർ കർത്താവെ നിൻ്റെ വാഗ്ദാന പ്രകാരം ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കർത്താവ് ഒരു കാരണവശാൽ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ പറ്റിയ സാഹചര്യം മാത്രമാണ് സഹനമെന്നും ശാപമല്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാ ദാനങ്ങളാൽ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഇന്നത്തെ യാത്രയെ ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സംസാരിക്കുന്ന ഒപ്പുകളും എഴുത്തുകളും ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ സഹായിക്കുന്നവരെ ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ ശപിക്കുന്നവർ ആസ്വദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കൃപയിൽ ജീവിക്കാൻ കർത്താവ് ആവശ്യമായ കൃപയാൽ നിന്ന് നടക്കട്ടെ. ഗോഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഫ്രീ പ്രെയർ അങ്ങനെ ഒരു കോൺസെപ്റ്റുണ്ട്. ഫ്രീ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എയർ എന്നോ പറയത്തില്ലേ. ഫ്രീ എയർ മീൻസ് ഇപ്പോൾ ചില എയർ നമ്മൾ ചെല്ലുമ്പോൾ മേ ബി പൊല്യൂട്ടഡ് ആയിരിക്കും എയർ. അപ്പോൾ നമ്മൾ മാസ്ക് വെക്കും, ഇപ്പോൾ ഇവിടെ എയർ പൊല്യൂട്ടഡ് ആണല്ലോ എന്ന് പറയും, എയറിൻ്റെ തിക്നെസ് കൂടുതലാണല്ലോ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ വനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രീ ഓക്സിജനാണ് നമുക്ക് കിട്ടുന്നത്. വല്ലാണ്ടിങ്ങനെ നമ്മുടെ ശ്വാസകോശം വലിച്ചു കയറുന്ന കാണാം, പെട്ടെന്ന് എനർജറ്റിക് ആകും. അതുപോലെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി ആയിരിക്കും. കടലോരത്തൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഈർപ്പം നീരാവി എയറിലുണ്ടാവും. അപ്പോൾ ശ്വാസകോശ രോഗികൾക്കല്ല, അതുകൊണ്ട് ചുമയും പനിയും എല്ലാം കൂടി വരും. അത് അപ്പം അല്ലെങ്കിൽ ചിലർക്ക് അത് ഉണ്ടാവും. ഫ്രീ എയർ എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നമാണ് ശരിക്കും. തന്നെയല്ല മനുഷ്യരാശിയുടെ അവകാശമാണ് എയർ പൊല്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അനുഭവവേദ്യമാകേണ്ടത് നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് ഫ്രീ പ്രെയർ കിട്ടുന്നുണ്ടെന്ന് നോക്കണം. നീ ആധ്യാത്മികമായിട്ട് എന്തുമാത്രം വളർന്നുവെന്നറിയാൻ ഏറ്റവും നല്ലത് ഫ്രീ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വെയിറ്റൊന്നും ഇല്ലാത്ത പ്രാർത്ഥനകൾ. വെച്ചാൽ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല,
തന്നെയല്ല ആ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ വെക്കാറില്ല, ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ഓടിത്തിരിഞ്ഞ് വരാറില്ല. അത് നീയും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് നിനക്കിങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയണം. അതിന് ഫ്രീ പ്രെയർ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടാകും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടാവുമെങ്കിലും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കുവാനോ അതിൻ്റെ ഉള്ളിൽ നിനക്ക് അനായാസമായി ദൈവത്തിൻ്റെ സന്നിധി വ്യാപരിക്കാൻ കഴിയണതാണ് ഈ ഫ്രീ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഫ്രീ പ്രെയർ വേണം. ഒരാഴ്ച എന്ന് വെച്ചാൽ അറിയാണ്ടങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ അങ്ങ് പ്രാർത്ഥിച്ചു പോകും. തന്നെയല്ല, പ്രാർത്ഥനയുമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും, ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ദൈവത്തെ മാത്രം ഓർത്ത് പ്രാർത്ഥനയുടെ ഫലം ദൈവമാണെന്ന് ഓർക്കും. നമ്മൾ പ്രാർത്ഥനയുടെ ഫലം സമാധാനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ? പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നെയാണ്. അതിനാണ് ഫ്രീ പ്രെയർ എന്ന് പറയണത്. അപ്പോൾ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആശകളില്ല, സ്വപ്നങ്ങളില്ല, നമ്മുടെ ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. ദൈവം തന്നെയാണ് എൻ്റെ കണ്ടൻറ്റ് വൈസ്. ഫുൾ ആൻഡ് ഫുൾ 100% ദൈവം തന്നെയായിരിക്കും അതിനകത്ത്. പ്രാർത്ഥിക്കുക, നല്ലവനായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാനും അങ്ങും തമ്മിലുള്ള ആത്മീയ വ്യാപാര വിനിമയങ്ങളിലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഫലമെന്നും അങ്ങ് തന്നെയാണ് ഫലമെന്നും അങ്ങ് തന്നെയാണ് മാർഗമെന്നും അങ്ങ് തന്നെയാണ് മാർഗം, തന്നെയാണ് ലക്ഷ്യമെന്നും അങ്ങ് തന്നെയാണ് ലക്ഷ്യമെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ആധ്യാത്മികതയുടെ ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് വേണ്ടി എപ്പോഴും ആഴങ്ങളെ വിളിക്കുന്നത് പോലെ ആത്മാവിന്റെ ആഴങ്ങളെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഒരു ആത്മബന്ധത്തിനായി ദാഹിക്കുകയും ആ ദാഹം ഐക്യമാക്കി തീർക്കുകയും ആ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് യോഹന്നാൻ 16:23 ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയും വേഗം ആത്മീയ അനുഭവമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ മുഖാമുഖം കാണുവാൻ ഈ ഭൂമിയിൽ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഉടമ്പടി യാത്രയിലായിരിക്കുന്ന നമുക്ക് കൂടുതൽ ബോധ്യത്തോടുകൂടി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നിത്യത കരയേറ്റുവാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ തൃശ്ശൂരിൽ നിന്നുള്ള ശാലിനി എന്ന മകളുടെ സാക്ഷ്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. എൻ്റെ പേര് ശാലിനി, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇത് ഹസ്ബൻഡ്, ഞങ്ങളുടെ 2 മക്കള്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കുവാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് കൃപാസനത്തിലേക്ക് ആ മകളെ കൊണ്ടുവന്ന് മരിയൻ ഉടമ്പടി എടുപ്പിച്ച് ദൈവപിതാവ് തന്നെ ചില സത്യങ്ങൾ ആ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ദൈവമാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ തനി സാന്നിധ്യം ഈ മരിയൻ ഉടമ്പടി വഴി ഈ മകൾക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് മരിയൻ ഉടമ്പടി വഴിയായി ലഭിക്കുന്ന മരിയൻ ഉടമ്പടി സംരക്ഷണവും ഈ ഒരു സാക്ഷ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ആദ്യമായി തന്നെ ശാലിനി എന്ന മകളുടെ 2ാമത്തെ പ്രസവത്തിന് ശേഷമാണ് വലിയൊരു കഠിന സഹനത്തിലൂടെ ഈ മകളെ കടത്തിവിടുന്നത്. ഈ ശാലിനി എന്ന അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: കുഞ്ഞ് ജനിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ശ്വാസം മുട്ട്. കാരണങ്ങൾ എന്താണെന്ന് എല്ലാ മെഡിക്കൽ സയൻസ് പറയുന്ന എല്ലാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും നടത്തിയിട്ടും ഡയഗ്നോസിസ് എന്താണെന്ന്, ഈ ശ്വാസമുട്ടിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടേഴ്സിനും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. മോള് ജനിച്ചപ്പോൾ തൊട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവൾക്കുണ്ടായിരുന്നു, ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിർത്താതെയുള്ള കരച്ചിലായിരുന്നു,
ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. രാത്രിയോ പകലോ കുഞ്ഞ് ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ മാറി മാറി കാണിച്ചു. പക്ഷേ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് പോലും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. ഈ സാക്ഷ്യം തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രസവിച്ചു കഴിഞ്ഞ് ഞാനൊന്ന് കട്ടിലിൽ കിടന്നിട്ടില്ല, രാവും പകലും കുഞ്ഞ് ഈ വിഷമം കാരണം കരച്ചിലാണ്, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ 9-ാം മാസമാകുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഈശോയോട് കണ്ണുനീരോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈശോയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ ഈ ഒരു വിഷയത്തിന് എനിക്ക് ഉത്തരമൊന്നും ലഭിക്കുന്നില്ല. എല്ലാവിധ അറിയാവുന്ന പ്രാർത്ഥനാ സങ്കേതങ്ങളിലൊക്കെ ഞാൻ അഭയം പ്രാപിച്ചെങ്കിലും എനിക്കൊരു സൗഖ്യവും ഉത്തരവൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഒരു ദിവസം ഈ മകള് ഈശോയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഒരു ആൻസർ ഈ ഒരു ദുരിതത്തിന്, ദുഃഖത്തിന് പറഞ്ഞു കൊടുക്കും. ആ ആൻസർ ഇപ്രകാരമായിരുന്നു: 1 വയസ്സിലായിരുന്നു അവൾക്ക് ആ ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ഈശോ ആ വോയിസ് എനിക്ക് തന്നത് ഈ ഉടമ്പടിനെ കുറിച്ചിട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മകൾക്ക് ഒരു ഉത്തരം കിട്ടുകയാണ്, 1.25 വയസ്സാവുമ്പോൾ കുഞ്ഞിൻ്റെ അസുഖം മാറുമെന്ന്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവപിതാവ് ഈ മകൾക്ക് ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കും. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുത്തനെയുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകണം. ആ കുന്നിൻ്റെ ഉച്ചിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള ഇറക്കമാണ്, അതായത് 90 ഡിഗ്രിയിലാണ് ആംഗിൾ. അപ്പോൾ ഒരിക്കലും അതിങ്ങനെ ചവിട്ടി ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെയും കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങ് കടന്നു. പക്ഷെ അത് കടന്നു എന്നുള്ളതിനപ്പുറം അതൊരു ചാട്ടമായിരുന്നു. കാരണം നമുക്കൊരിക്കും പാദം ആ ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് പാദം ഉറപ്പിച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബോഡി ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. താഴത്തേക്ക് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ ഒപ്പം മറ്റു പല ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹോളിയായിട്ട് കാണപ്പെട്ടു. ശേഷം ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ്: താഴെ ഞാൻ ഒരു നീല തടാകത്തിൽ എത്തിപ്പെട്ടു. അപ്പോൾ എൻ്റെ കണങ്ങാലിൻ്റെ അത്രത്തോളം ഈ വെള്ളം നിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായി ഞാൻ ഉറങ്ങുന്ന യൗസേപ്പിതാവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈശോ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്, ഇതാണ് 2-ാം സ്വർഗമെന്ന്. ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് വീണ്ടും പൊന്തി. എന്നിട്ട് ഞാൻ നോക്കുമ്പം കണ്ടത് യൗസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വോയിസ് കേട്ടു, ഇതാണ് 2-ാം സ്വർഗം. ഈ മകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ബൈബിൾ തുറക്കുമ്പോഴെല്ലാം ഉടമ്പടി വചനങ്ങളാണ് ഈ മകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ടോക്ക്, ഉടമ്പടി ആരാധന യൂട്യൂബിൽ കാണാൻ ഈ മകൾ ഇടയായി. ഇങ്ങനെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ മകൾക്കുള്ളിലൊരു ബോധ്യം തോന്നി, കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കണം. പക്ഷേ ഈ കുഞ്ഞിൻ്റെ സമീപത്ത് നിന്ന് ഈ അമ്മയ്ക്ക് മാറാൻ പറ്റൂല. കാരണം ഈ കുഞ്ഞ് രാവും പകലും ഈ ശ്വാസം മുട്ട് കാരണം ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിലാണ് ഈ കുഞ്ഞിന് സമ്പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്. ഉടമ്പടിയിലേക്ക് നമ്മുടെ ചിന്തകൾ തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാനായിട്ട്, പക്ഷേ എനിക്കപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് ആ വിഷയത്തിൽ ഹീലിംഗ് കിട്ടി. നേരത്തെ ദൈവപിതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് 1.25 വയസ്സിലാണ് ഈ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ഈ ശ്വാസമുട്ട് എന്ന അസുഖത്തിൽ നിന്ന് കിട്ടുന്നത്. കാരണം ബ്രോങ്കോസ്കോപ്പി അടക്കമുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തിട്ടും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 1 മാസത്തിനുള്ളിൽ, അതായത് കുഞ്ഞിൻ്റെ 1.25 വയസ്സിൽ നേരത്തെ ദേവപിതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് പൂർണ്ണ സൗഖ്യം കിട്ടി. വലിയൊരു സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഇവിടം കൊണ്ട് തീരുന്നില്ല. ഈ അമ്മയുടെ പരീക്ഷണഘട്ടം, സഹന കാലഘട്ടം ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കുഞ്ഞിന് ശക്തമായ പനി വരികയാണ്. ഇങ്ങനെ പനി കൂടിയ ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ലോക്കലായിട്ടുള്ള ആശുപത്രിക്കാർ പറയും, ഇവിടെ ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ കുഞ്ഞിനെയുമായി അമൃത ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് ഫെബ്രൈൽ സീഷേഴ്സ് വരും. സീഷേഴ്സ് വന്ന് കുഞ്ഞ് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും,
ആസ്പിറേറ്റ് ചെയ്യും, കുഞ്ഞിനെ വെന്റിലേറ്റ് ചെയ്യുന്ന വലിയൊരു അവസ്ഥ. ഇങ്ങനെ സഹനങ്ങൾ തുടർക്കാഴ്ചയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാക്ഷ്യത്തിൽ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: ഈ ഒരു സഹന അവസ്ഥയിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ്, ഈശോ എങ്ങനെയാണ് ഈ ശോഭിക്കുന്ന കടലിനെ ശാന്തമാക്കിയതെന്ന് നിനക്കറിയാമോ എന്ന്. അപ്പോൾ ഞാനൊരു വോയിസ് കേൾക്കുകയാണ്. അതെൻ്റെ ചെവിയിലല്ല, എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ കേൾക്കണേ. ഞാൻ വോയിസ് കേട്ടത് ഇങ്ങനെയാണ്: ഈശോ ഇങ്ങനെയാണ് കടലിനെ ശാന്തമാക്കിയതെന്ന്. തൊട്ടടുത്ത ദിവസത്തിലെ മരിയൻ ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ശോഭിക്കുന്ന കടലിൽ ഈശോ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന്? അല്ല, ഈശോ ഉറക്കം നടിക്കുകയായിരുന്നു. അതെ, ഈ മകളുടെ പരീക്ഷണ ഘട്ടങ്ങൾ, സഹന കാലഘട്ടങ്ങളിലെല്ലാം ഈശോ ഉണർന്നിരുന്ന് ഈ മകൾ എങ്ങനെയാണ് ഇത്തരം സഹനങ്ങളോട് പ്രതികരിക്കുന്നത് എന്നറിയാൻ നോക്കി പാർക്കുകയായിരുന്നു. പിന്നീട് ഈ മകൾ പറയുന്നത് പ്രകാരമാണ്: ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ദൈവപിതാവ് എന്നെ ഒരു സത്യം പഠിപ്പിച്ചു തന്നു. ആ സത്യം പഠിപ്പിച്ചത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ഹാൻഡ് ബുക്കിലൂടെയാണ്. ഉടമ്പടി എടുത്ത് 3-ാം ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് തോന്നി ഉടമ്പടി പുസ്തകം വായിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആരും വലിച്ചുകൊണ്ട് പോണ പോലെയാണ്. ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉടമ്പടി പുസ്തകം എടുത്തു. തുറന്ന വഴിക്ക് എനിക്ക് കിട്ടിയത് 31-ാമത്തെ പേജാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു: ദൈവ സാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. പുറപ്പാട് 24:10. പുറപ്പാടിന്റെ പുസ്തകം 24-ാം അധ്യായം 10-ാം തിരുവചനം. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണിത്. മോശയും അഹ്റോനും ശ്രേഷ്ഠന്മാരുമൊക്കെ മലമുകളിൽ ചെല്ലുമ്പോൾ ദൈവം അവരുമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അവർ കണ്ടു എന്നും അവിടുത്തെ പാദങ്ങളുടെ അടിയിൽ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് കാണപ്പെട്ടു എന്നുമാണ് അവിടെ തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നത്. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മകളോട് പറഞ്ഞു: നിന്നെ അന്ന് ഞാൻ കാണിച്ചു തന്ന സ്വപ്നമില്ലേ, അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. അതായത് ദൈവപിതാവ് ഈ മകളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു സത്യം ഇതാണ്: മരിയൻ ഉടമ്പടിയിൽ ആയിരിക്കുക എന്നത് ഒരു 2ാം സ്വർഗീയ അവസ്ഥയാണ്. ഈ മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ഈശോയാകുന്ന പ്രകാശത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. മരിയൻ ഉടമ്പടിയിൽ ആയിരിക്കുന്നത് തന്നെ ഒരു ദൈവ കൃപയാണ്. ഈശോയുടെ കൃപയില്ലാതെ ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. അന്ന് ഈ മകളുടെ രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഈശോ കാണിച്ചു കൊടുത്ത സ്വപ്നം അതായിരുന്നു. ചെങ്കുത്തായ ചരിവിലൂടെ ഈ മകൾ ഇറങ്ങുമ്പോൾ ആ മകളുടെ പാദം ഇങ്ങനെ ഒരു നീല തടാകത്തിൽ സ്പർശിക്കുന്നതും അവിടെ ഒരു വാതിലുമാണ് ഈശോ അവൾക്ക് കാണിച്ചു കൊടുത്തത്. ഇവിടെ സ്വർഗീയ പിതാവ് നേരിട്ട് പഠിപ്പിക്കുകയാണ്: മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു 2ാം സ്വർഗീയ അവസ്ഥയിലാണ്. ഈശോയുടെ കൃപയില്ലാതെ, ദൈവപിതാവിൻ്റെ ആകർഷണമില്ലാതെ ഉടമ്പടി എന്ന ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകാൻ പോലും നമുക്ക് പറ്റില്ല എന്നാണ് ഈ മകളെ ദൈവം പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ ഈ മകൾക്കൊരു സ്വകാര്യ നൊമ്പരമുണ്ടാവും. ഇതാണ് ഈ ഒരു മരിയൻ ഉടമ്പടിയുടെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ആ മകള് ഈശോയോട് പറയും: ഞാൻ ഇത്രയേറെ പ്രാർത്ഥനയൊക്കെ മുന്നേറുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെയും ദൈവമാതാവിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സ്വകാര്യ ദുഃഖം പങ്കുവയ്ക്കും. അപ്പോൾ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. തൂവെള്ള വസ്ത്രധാരിയായ ദൈവമാതാവ് നീല വെളിച്ചം വീശി ഈ മകളുടെ മുമ്പിൽ പ്രത്യക്ഷയാവുകയാണ്. ഈ ഉടമ്പടിയിൽ ആകെ ഒരൊറ്റ തവണ ഞാൻ മാതാവിനെ കണ്ടു. അമ്മയുടെ ഉടുപ്പ്, വെള്ള ഉടുപ്പ്, ആ വെള്ള ഉടുപ്പിൽ നിന്ന് നീല പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ്: കൃപാസനത്തിൻ്റെ ഈ അഭിഷേകം ലോകം മുഴുവനും എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ദൈവമാതാവ് പറയുന്നതും ഇതാണ്: കൃപാസനത്തിലെ അഭിഷേകം ലോകം മുഴുവനും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഇത് ശാലിനി എന്ന മകളോട് മാത്രം പറയുന്ന ഒരു വാക്കല്ല. ദൈവമാതാവ് നമ്മൾ ഓരോരുത്തരോടും ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുന്നൊരു വാക്കാണ്. എന്താണ് കൃപാസനത്തിന്റെ അഭിഷേകം എന്ന് തുടർന്ന് ഈ ശാലിനി എന്ന മകൾ പറയുന്നുണ്ട്. കൊറോണ സമയത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടും, അല്ലെങ്കിൽ ഇനി ദേവാലയങ്ങളൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ മ്യൂസിയങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ മാറിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറച്ചും വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം. കുമ്പസാരക്കൂടുകൾ കാലിയായിരുന്നൊരു സമയത്ത് നിന്ന് ഇന്ന് ഓരോ കുമ്പസാരക്കൂടുകളിലും നിരനിരയായിട്ട് ആളുകൾ ഹൃദയം കൊണ്ട് കുമ്പസാരിക്കാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതല്ലേ കൃപാസനത്തിൻ്റെ അഭിഷേകം. യൂറോപ്പിലെ പോലെ നമ്മുടെ ഇന്ത്യയിലുമൊക്കെ നമ്മുടെ ദേവാലയങ്ങളും മ്യൂസിയമോ മറ്റേതെങ്കിലും എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു സെൻറ്ററായി മാറുമെന്നൊക്കെ പല വ്യക്തികൾ അടക്കം പറഞ്ഞപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഇന്ന് എല്ലാ ദിവസവും അനുദിനം ദിവ്യബലിക്കായി നമ്മുടെ ദേവാലയത്തിൽ ആളുകൾ ഓടിക്കൂടുകയാണ്. ഇതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം. രണ്ടാമതായിട്ട് ഈ മകൾ പറയുന്നുണ്ട്, ഹൃദയം കൊണ്ട് കുമ്പസാരിക്കുവാൻ, പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുവാൻ, നിരനിരയായി കുമ്പസാരക്കൂടിൽ മുഴുവനും ഇരുന്നു കൊണ്ട് ആൾക്കാർ ഉടമ്പടിയെടുത്ത് ഈ കുമ്പസാരക്കൂടിൽ അണയുമ്പോൾ ഇതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം. മൂന്നാമതായിട്ട് മകൾ പറയുന്നുണ്ട്, ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്തതനുസരിച്ച് കൃപാസനത്തിലെ പ്രേക്ഷിത പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ലോകം മുഴുവനും ഈശോയുടെ സന്ദേശം എത്തിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകമെന്ന്. നാലാമതായിട്ട് ഈ മകൾ പറയുന്നത്, എല്ലാവരോടും കരുണയോടുകൂടി പെരുമാറുവാൻ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ, ഓരോരുത്തരെയും ബലവത്താക്കുന്ന കൃപാസനത്തിൻ്റെ മരിയൻ ഉടമ്പടി അഭിഷേകം ഇത് ലോകം മുഴുവനും പകർന്നു കൊടുക്കുവാൻ ദൈവമാതാവ് ആഗ്രഹിക്കുന്നു എന്ന്. ഇന്ന് ആർക്കും കാരുണ്യം കാണിക്കാൻ ഒരു മടിയില്ലാത്ത വിധത്തിൽ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ കൃപാസനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമതായിട്ട് ഈ സാക്ഷ്യത്തിൽ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്, മരിയൻ ഉടമ്പടിയുടെ വലിയ സംരക്ഷണവും എനിക്ക് അനുഭവവേദ്യമായി. ഈ രോഗസൗഖ്യം കിട്ടിയ കുഞ്ഞുമകൾ ഒരു ദിവസം വീടിൻ്റെ നടയിലിങ്ങനെ ഓടിക്കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് പണികളിലായിരുന്നു വീടിൻ്റെ മുറ്റത്ത് അടുക്കള വശത്ത് പിറകിൽ. അങ്ങനെ ആ സ്റ്റെപ്പിൽ ഒരു ചവിട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഇവള് ആ ചവിട്ടി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഓരോ ചെയ്യണം, പിന്നെ വീണ്ടും കയറി, അങ്ങനെ കയറി ഇറങ്ങി അവൾ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ ചവിട്ടിയുടെ അടിയിൽ വല്ല പാമ്പ് എങ്ങാനും ഉണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പോൾ ഞാൻ ആ ചവിട്ടിയുടെ തുമ്പ് പിടിച്ച് ഞാൻ ഇതിരി അകന്ന് നിന്നിട്ട് പതുക്കെ ആ ചവിട്ടി ഇങ്ങനെ പൊന്തിച്ചപ്പം അതിൻ്റെ അടിയിൽ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചവിട്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിപ്പോയത്. അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ കുഞ്ഞിന് സംരക്ഷണം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കൊറോണ സമയം ഞാനിവിടെ കൃപാസനത്തിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കൃപാസനത്തിൽ രാവിലെ വന്ന് ശുശ്രൂഷകൾ ചെയ്യും. വൈകുന്നേരമാകുമ്പോൾ കൃപാസനത്തിന് അടുത്ത് തന്നെ ഒരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ 11 മണിക്കാണ് രാത്രി കിടക്കുന്നത്. അപ്പോൾ 11 മണി സമയമായപ്പോൾ ഞാൻ ബെഡിൽ കിടക്കാൻ വന്നപ്പോൾ ശക്തമായി ഉള്ളിൽ നിന്നൊരു സ്വരം, ജോമോളെ റൂമിൻ്റെ ഉള്ളിലൊരു പാമ്പുണ്ടെന്നു. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത് നമ്മുടെ ബെഡിൻ്റെ അടിയിലാകും, ചിലപ്പോൾ ഷീറ്റിൻ്റെ അടിയിലാകാം, വേറെ എവിടെയെങ്കിലും ആകാം. അപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വരം ഞാൻ കേൾക്കുന്നത്. പിന്നെ ഒട്ടും മനസ്സാന്നിധ്യം കൈവിടാതെ, നമുക്കറിയാം ഈശോ നമ്മളോട് കൂടെയുണ്ട്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ സർപ്പത്തിൻ്റെ തല തകർത്ത മാതാവ് നമ്മളോട് കൂടെയുണ്ട്. ഞാൻ റൂമിലൊന്ന് കണ്ണോടിച്ചപ്പോൾ മൂലയ്ക്ക് ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ തലയൊക്കെ പൊക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനിങ്ങനെ കണ്ണോടിച്ചപ്പോൾ റൂമിലൊരു തറ തുടയ്ക്കുന്നൊരു മോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മോപ്പുമായിട്ട് ഈ പാമ്പിനെ വാതിൽ തുറന്നിട്ടിട്ട് ഓടിച്ച് പുറത്തോട്ട് കളയാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ ഈ മോപ്പുമായി ചെല്ലുമ്പോൾ ഈ പാമ്പ് എൻ്റെ അടുത്തോട്ട് ആഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ റൂമിൻ്റെ പരിസരത്ത് ആരുമില്ല. താഴത്തെ നിലയിലാണ് കുടുംബം താമസിക്കുന്നത്. പക്ഷേ ദൈവമാതാവിനെ വിളിച്ച് ഞാൻ 1 മണിക്കൂർ എടുത്തു ആ പാമ്പുമായി ഫൈറ്റ് ചെയ്ത് ആ പാമ്പിനെ പുറത്തോട്ട് കളയാൻ വേണ്ടി. 12 മണിയായി അന്ന് ഞാൻ കിടന്നപ്പോൾ.
അപ്പോൾ ഞാനും ഈ ഒരു സാക്ഷ്യം, ഈ മകളുടെ സാക്ഷ്യം കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം ഞാൻ ഓർത്തുപോയി. കാരണം പരിശുദ്ധ ദൈവമാതാവ് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കൾക്കും നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ്. ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ മകൾ അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ചില സത്യങ്ങളുണ്ട്. അത് ഒന്നാമതായിട്ട് ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണ് മരിയൻ ഉടമ്പടി എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറപ്പാട് 24:10 തിരുവചനം, അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തെ കാണുന്നു, അവിടുത്തെ പാദത്തിൻ്റെ അടിയിൽ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് കാണപ്പെട്ടു എന്ന്. മരിയൻ ഉടമ്പടിയിലായിരിക്കും നമ്മളെല്ലാവരും ഒരു രണ്ടാം സ്വർഗീയ അവസ്ഥയിലാണ്. പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങളിൽ നിങ്ങൾ പതറിപ്പോകരുത്, കാരണം വിജയം എന്നും സ്വർഗത്തിൻ്റേത് മാത്രമായിരിക്കും. ഈ മകളുടെ ജീവിതം കൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യം ലോകത്തോട് ഈ മകള് വിളിച്ചു പറയുന്നത്. മൂന്നാമതായിട്ട് ഈ മകള് ഈ സാക്ഷ്യം ചുരുക്കുമ്പോൾ പറയുന്നുണ്ട്, ഓരോ പ്രഭാതത്തിലും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി എന്നത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഈ വലിയ മരിയൻ ഉടമ്പടി എന്ന സ്വർഗീയ പദ്ധതിയിൽ, ഒരു രണ്ടാം സ്വർഗീയ അവസ്ഥയിൽ ദൈവപിതാവ് നമ്മളെ തിരഞ്ഞെടുത്ത് ചേർത്തതിനെ പ്രതി നമുക്ക് ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം. ഇനിയും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നാരകീയ ശക്തികൾക്കെതിരായുള്ള ശക്തമായുള്ള പോരാട്ടത്തിൽ ദൈവപിതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിലെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.